ഇന്ന് നമുക്ക് ചെറിയൊരു പെയിന്റിംഗ് ഡേ ആണ്. ഈ ചുമരിന്റെ കളറൊക്കെ ഒന്ന് മാറ്റാം. അങ്ങനെ ചളിയൊക്കെ പറഞ്ഞ് പെയിന്റിംഗ് പുരോഗമിക്കുന്നുണ്ട്. സാധാരണ ഈ വീട്ടിലെ ഒഫീഷ്യൽ പെയിന്റർ ഈ ഞാനാണ്. പക്ഷെ ഈ സമയത്ത് ഈ പെയിന്റിന്റെ സ്മെൽ അത്ര ഗുഡല്ല എന്ന് പറഞ്ഞാണ് ഈ ദൗത്യം ഇവർ ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാ പിന്നെ ഇന്ന് ഉച്ചയ്ക്കുള്ള ഷാപ്പാട് എന്ന ദൗത്യം നമുക്ക് ഏറ്റെടുക്കാം. നല്ല കുത്തരിച്ചോറും ശർക്കരയും നെയ്യും ഇട്ട് കുറുക്കിയെടുക്കുന്ന മാമ്പഴ പുളിശ്ശേരിയും നല്ല ചൊടിയുള്ള മാങ്ങാ ചമ്മന്തിയും പിന്നെ ഒരു ചീരപ്പേരിയും. ഇതായിരുന്നു എന്റെ പ്ലാൻ. അയ്യോ, അൻഷിഫയുടെ വക ഒരു ചിക്കൻ പെരട്ടും കൂടെ ഉണ്ട് കേട്ടോ. ചീരപ്പേരിയിൽ തുടങ്ങാം. നിങ്ങൾക്ക് അറിയുന്ന റെസിപ്പിയൊക്കെ തന്നെ. ഈ കാണുന്നത് ഫ്രോസൺ ചീരയാണേ. അതുകൊണ്ട് കഴുകുക മുറിക്കുക എന്നുള്ള ബുദ്ധിമുട്ടൊന്നുമില്ല. കുറച്ചു നേരം അടച്ചു വെച്ച് 2 മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നല്ലോണം ഇളക്കി എടുത്തു കഴിഞ്ഞാൽ ചീരപ്പേർ റെഡി. ഇനി അൻഷിഫയുടെ ചിക്കൻ പെരട്ട്. ഇവള് നല്ല കൈപ്പുണ്യമുള്ള ആളാണേ. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ചിക്കൻ പെരട്ടിൽ നല്ല പ്രതീക്ഷയുണ്ട്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ സ്റ്റോറിൽ പോയപ്പോൾ നല്ല പഴുത്ത മാങ്ങ കിട്ടി. നമ്മളങ്ങനെ മാമ്പഴപ്പുളിശ്ശേരിക്ക് എടുക്കുന്ന ചെറിയ മാങ്ങയൊന്നുമല്ല, പക്ഷെ നല്ല മധുരമുള്ള മാങ്ങയാണ്. ഇപ്പൊ മാമ്പഴപ്പുളിശ്ശേരി എന്ന് പറയുമ്പോ തന്നെ ഓർമ്മ വരുന്ന ഒരു റെസിപ്പി ഉണ്ട്. ശർക്കരപ്പാനിയും ഈ മാങ്ങയും കൂടി ഇങ്ങനെ വഴണ്ട പോലെ ഇങ്ങനെ വഴറ്റി ഇങ്ങനെ എടുക്കണം. എന്ത് രസാലേ പറയുന്നത് കേൾക്കാൻ. ഓ, കൊതിയായിട്ട് വയ്യ. എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാം. അങ്ങനെ ഇവിടെ പെയിന്റിങ്, അവിടെ കുക്കിംഗ്. ഇവിടെ പെയിന്റിങ്, അവിടെ കുക്കിംഗ്. കുക്കിംഗ്, പെയിന്റിങ്, പെയിന്റിങ്, കുക്കിംഗ്. ഓ, കളിമടുത്തു. ദേ മാമ്പഴപ്പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഹേഷ്, കേമായിരിക്കണോ. ഇനി ചിക്കൻ പെരട്ടും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് ലഞ്ച് കഴിക്കാം. ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് മാമ്പഴപ്പുളിശ്ശേരിയിൽ നമുക്ക് വറുത്തിടാനും കൂടെ ഉണ്ട് കേട്ടോ. ഇനി നല്ല പുളിയുള്ളൊരു മാങ്ങ വെച്ച് നമ്മൾ മലപ്പുറംകാർ പറയുന്ന പോലെ നല്ല ചൊടിയുള്ളൊരു ചമ്മന്തി അരയ്ക്കാം. ചെറിയ കഷ്ണാക്കിയ മാങ്ങയും തേങ്ങയും പച്ചമുളകും ഇഞ്ചിയും കറിവേപ്പിലയും ഉപ്പും മുളക് പൊടിയും കൂടെ മിക്സിയിൽ 2 കിർ അടിച്ചാൽ നമ്മുടെ മാങ്ങാ ചമ്മന്തി റെഡി. അങ്ങനെ ഊണ് കാലായി. നല്ല വരട്ടിയെടുത്ത ചിക്കൻ പെരട്ടും ചീരയും മുട്ടയും തോരനും മാങ്ങാച്ചാറും കുത്തരിച്ചോറും നല്ല ചൊടിയുള്ള മാങ്ങാ ചമ്മന്തിയും പിന്നെ ഇന്നത്തെ സ്പെഷ്യൽ ഐറ്റം നല്ല കുറുക്കിയെടുത്ത മാമ്പഴ പുളിശ്ശേരിയും. എന്നാ ഇനി അധികം സമയം കളയാതെ കഴിച്ചാലോ? വിശപ്പാണല്ലോ രുചിയുടെ സീക്രട്ട്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാത്തിനും നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ടായിരുന്നു. കലാപരമായി വിളമ്പാനുള്ള സമയമൊന്നും കിട്ടിയില്ല. വിശന്നിട്ട് ഒരു രക്ഷയുണ്ടായിരുന്നില്ല. ആദ്യത്തെ ഉരുള നമുക്ക് സിമ്പിളാക്കാം. ആ മാമ്പഴപ്പുളിശ്ശേരിയും ചോറും ഇങ്ങനെ കുഴച്ച് അത് മാത്രം. ഓഫ്, അടിപൊളിയായിരുന്നു. അകത്തിരുന്ന് സമയം കളയണ്ട. നല്ല വെതറാണ് പുറത്ത്. നമുക്ക് ഗാർഡനിൽ പോയി ലഞ്ച് കഴിക്കാം. ഭക്ഷണത്തിനൊക്കെ ശേഷം പിള്ളേർ വീണ്ടും കളത്തിലോട്ട് ഇറങ്ങിയിട്ടുണ്ട്.